ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കാണാനെത്തിയ UDF എംപിമാർക്ക് ജയിൽ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചു. തൗഫീഖ് അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, എന്തുകൊണ്ടാണ് ഈ പ്രതിനിധി സംഘത്തിന് അനുമതി നിഷേധിച്ചത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് വിശദാംശം? അജി, അല്പസമയം മുമ്പാണ് UDF എംപിമാർ ഈ കന്യാസ്ത്രീകളെ കാണാനായി ദുർഗ് ജില്ലാ ജയിലിന് മുന്നിലെത്തിയത്. ഇവർക്ക് ആദ്യം അനുമതി നൽകിയിരുന്നു ഈ കന്യാസ്ത്രീകളെ കാണാനായിട്ട്. 12:30ക്കും 12:45നും കന്യാസ്ത്രീകളെ കാണാനായിട്ടായിരുന്നു അനുമതി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് ജയിലിലെത്തിയ ശേഷം 1:30ക്ക് കാണാമെന്ന് എംപിമാരെ അറിയിക്കുകയായിരുന്നു. 1:30 ആയപ്പോഴാണ് ഇന്ന് നിങ്ങൾക്ക് കന്യാസ്ത്രീകളെ കാണാൻ സാധിക്കില്ല എന്ന് UDF എംപിമാരെ അറിയിച്ചത്. വേണമെങ്കിൽ നാളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയിക്കാമെന്ന് പറഞ്ഞ് എംപിമാരെ മടക്കി അയക്കുകയായിരുന്നു ഉണ്ടായത്. UDF സംഘത്തിൽ NK പ്രേമേന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ഒപ്പം ബെന്നി ബെഹനാൻ എന്നിവർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നിന്നെത്തിയ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരാരെയും കാണാനായിട്ട് പോലീസിന് അനുമതി നൽകിയിരുന്നില്ല. ആദ്യം അനുമതി നൽകുകയായിരുന്നു, പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ UDF എംപിമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എംപിമാർ ഇപ്പോഴും ജയിലിന് പുറത്ത്, ഗേറ്റിന് പുറത്തായി നിൽക്കുകയാണ്. ഇന്ന് ഏതായാലും കാണാൻ സാധിക്കില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എംപിമാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം BJP നേതാക്കൾക്ക് നേരത്തെ കന്യാസ്ത്രീകളെ കാണാനായിട്ട് പോലീസ് അനുമതി നൽകിയിരുന്നു. ഇതെന്ത് ന്യായമാണ് എന്നുകൂടി എംപിമാർ ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നെത്തിയ എംപിമാരെയാണ് ഇത്തരത്തിൽ ജയിലിന് മുന്നിൽ തടഞ്ഞത്. അതേസമയം BJP നേതാക്കൾക്ക് കന്യാസ്ത്രീകളെ കാണാനായിട്ടുള്ള ഒരു അവസരം ജയിലധികൃതർ ഒരുക്കി നൽകുകയും ഉണ്ടായി. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും ഇവരെ കണ്ടതിന് ശേഷമേ മടങ്ങുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ UDF എംപിമാർ നിലവിലുള്ളത്. ജയിലിന് പുറത്താണ് ഇവരെല്ലാവരും ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. നാളെ ഇനിയിപ്പോൾ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയിക്കാമെന്നാണ് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ എംപിമാരെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിനിധി സംഘം ഇപ്പോഴും അവിടെ തുടരുകയാണോ? അവരുടെ ഒരു നിലപാട് എന്താണ് തൗഫീഖ് ഇക്കാര്യത്തിൽ? അജി, ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്നാണ് ഇപ്പോൾ NK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം BJP നേതാക്കൾക്ക് കാണാമെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റ് അംഗങ്ങളായ തങ്ങൾക്ക് ജയിലിൽ അനുമതി നിഷേധിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ എംപിമാർ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പോലും ജയിൽ അധികൃതരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. തങ്ങൾ നേരത്തെ അനുമതി തേടി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ലെറ്ററുകളും ആരൊക്കെയാണ് ജയിലിൽ ചെന്ന് 2 കന്യാസ്ത്രീകളെ കാണുന്നത് എന്നുൾപ്പെടെയുള്ള സംഘത്തിലെ പേരുകൾ ഉൾപ്പെടെ ജയിലിൽ സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് തങ്ങൾക്ക് 12:30ക്കും 12:45നും ഇടയിൽ ജയിലിലെത്തിയാൽ 2 കന്യാസ്ത്രീകളെ കാണാമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എംപിമാർ ജയിലിലെത്തിയത്. എന്നാൽ ആ സമയത്ത് ഈ 12നും 12:45നും ഇടയ്ക്ക് കാണാൻ സാധിച്ചില്ല. 1:30ക്ക് കാണാമെന്ന് ജയിൽ അധികൃതർ അറിയിക്കുകയും എംപിമാർ ജയിലിന് പുറത്ത് കാത്തു നിൽക്കുകയുമായിരുന്നു. പിന്നീടാണ് 1:30ക്കാണ് പിന്നീട് വന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ അനുമതി ഉണ്ടാകില്ല, അനുമതി നിഷേധിച്ചു എന്ന് ജയിൽ അധികൃതർ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് എംപിമാർ ഇപ്പോൾ ജയിലിന് പുറത്ത് പ്രതിഷേധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ആദ്യം സമയം അനുവദിക്കുകയും പിന്നീട് അത് സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എംപിമാർ ചോദിക്കുന്നത്. അതേസമയം BJP പ്രതിനിധികൾക്ക് ഇവരെ കണ്ട് മടങ്ങാനായി സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് സർക്കാരിന്റെ വലിയൊരു രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ കന്യാസ്ത്രീകളെ കാണാൻ സാധിക്കാതിരുന്നതെന്നാണ് ഈ എംപിമാരുടെ സംഘം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഇനിയിപ്പോൾ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. നാളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പിന്നീട് അറിയിക്കാമെന്നാണ് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ എംപിമാരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ കണ്ടതിന് ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന നിലപാടിലാണ് NK പ്രേമേന്ദ്രനും ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള UDF എംപിമാർ ഉള്ളത്. അവരിപ്പോഴും ജയിലിന് പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കാണാൻ പ്രതിപക്ഷ എംപിമാർക്ക് അനുമതി നിഷേധിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. UDF എംപിമാരെ കാണാൻ അനുവദിച്ചില്ല. NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവരെ ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുവദിച്ചില്ല എന്നുള്ള വാർത്തയാണ് തൗഫീഖ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എംപിമാർ ഇപ്പോഴും ജയിലിന് പുറത്ത്, ദുർഗ ജയിലിന് പുറത്ത്, ജയിലിന്റെ ഗേറ്റിന് മുൻപിൽ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ എംപിമാർക്ക് അനുമതി നിഷേധിച്ച ജയിൽ അധികൃതർ അവിടെ BJP എംപിമാരെ, BJP നേതാക്കളെ
ഈ കന്യാസ്ത്രീകളെ കാണാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള BJP നേതാവിന്, MP-മാരല്ല BJP നേതാവിന് അനുമതി നൽകിയ സവിശേഷമായ സാഹചര്യം എന്താണ് എന്ന് MP-മാർ ചോദിക്കുകയുണ്ടായി. ഏതായാലും നാളെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം നൽകാതെയാണ് ജയിലധികൃതർ MP-മാരെ അവിടെ നിന്നും മടക്കി അയക്കാൻ ശ്രമിച്ചത്. എന്നാൽ തങ്ങൾ കണ്ടിട്ടേ പോകൂ എന്നുള്ള ഒരു നിലപാടാണ് MP-മാർ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് 1:30 കാണാമെന്നായിരുന്നു ജയിലധികൃതർ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ അനുമതി നിഷേധിക്കുകയും ഇന്ന് കാണാൻ സാഹചര്യമില്ല എന്ന് പറഞ്ഞ് MP-മാരെ മടക്കി അയക്കുകയുമായിരുന്നു ചെയ്തത്. തൗഫീഖ് വീണ്ടും ചേരുന്നുണ്ട്. തൗഫീഖ്, MP-മാർ ഇപ്പോഴും അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ MP-മാരുടെ ഭാഗത്ത് നിന്നുമുണ്ടോ? അവർ ഇനിയും അവിടെ തന്നെ തുടരാനാണോ ഇവരുടെ തീരുമാനം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ തൗഫീഖിന് ലഭിക്കുന്നത്? ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ MP-മാർക്ക് അനുമതി നൽകി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 5 ആളുകൾക്ക് അനുമതി നൽകിയെന്നാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. 5 ആളുകൾ MLA-മാരുള്ള MP-മാർ ഉൾപ്പെടെയുള്ള 5 പേർ ഇപ്പോൾ ജയിലിലേക്ക് കടക്കുകയാണ്. അവർക്ക് ജയിലിലെ കവാടം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തുറന്നു നൽകിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവരെ കാണാൻ അനുവദിക്കാം എന്നിപ്പോൾ സൂപ്രണ്ടിന്റെ ഒരു അറിയിപ്പ് ഇപ്പോൾ MP-മാരെ അറിയിച്ചിരിക്കുന്നത്. NK പ്രേമേന്ദ്രൻ, അതോടൊപ്പം തന്നെ ബെന്നി ബെഹന്നാൻ ഉൾപ്പെടെയുള്ള MP-മാരാണ് ഇപ്പോൾ ജയിലിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ കൂടി ഇവരോടൊപ്പമുണ്ട്. റോജി എം ജോൺ MLA കൂടി രാവിലെ ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു. ഈ ബന്ധുക്കളുമായിട്ടാണ് റോജി എം ജോൺ MLA ഛത്തീസ്ഗഡിൽ എത്തിയത്. MLA കൂടി MP-മാരുടെ സംഘത്തിൽ ഇപ്പോൾ ഉണ്ട്. 5 പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെ കന്യാസ്ത്രീകളെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കാമെന്ന് ഇപ്പോൾ MP-മാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഗേറ്റിന് മുന്നിൽ ഉയർന്നതോടെയാണ് ഇവരെ കാണാനായിട്ട് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ 12:30ക്കും 12:45നും MP-മാർക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും ഈ 2 കന്യാസ്ത്രീകളെ കണ്ട് മടങ്ങാമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നു, അനുമതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 12:30 ഈ സംഘം ജയിലിലെത്തിയത്. എന്നാൽ പിന്നീട് 1:30 കാണാം എന്നറിയിച്ച് MP-മാരെ അവിടെ ഇരുത്തുകയായിരുന്നു. 1:30ക്കാണ് ഈ അനുമതി നിഷേധിച്ച കാര്യം MP-മാരെ അറിയിക്കുകയും തുടർന്ന് MP-മാർ പ്രതിഷേധിക്കുകയുമായിരുന്നു. ഈ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ 5 പേർക്ക് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ 5 ആളുകൾക്ക് കന്യാസ്ത്രീകളെ കാണാനായിട്ട് ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. ഇവരെ നേരിൽ കണ്ട് എല്ലാ പിന്തുണയും അറിയിക്കാൻ വേണ്ടിയാണ് MP-മാരുടെ സംഘം ഡൽഹിയിൽ നിന്നും ഈ ദുർഗിലെ ജില്ലാ ജയിലിൽ എത്തിയത്. ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ പോലീസ് അവരെ തടഞ്ഞത്. ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ അവർക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ MP-മാർ ജയിലിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. 15 മിനിറ്റ് സമയമായിരിക്കും ഇവരുമായി കണ്ട് സംസാരിക്കാനായിട്ട് ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. ആ 15 മിനിറ്റിനുള്ളിൽ സംസാരിച്ചവർക്ക് പുറത്തിറങ്ങണം. അതുമായി പ്രത്യേകിച്ച് ഇവരെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമസഹായം അതോടൊപ്പം തന്നെ പിന്തുണയും അറിയിക്കുകയാണ് MP-മാരുടെ നിലവിലത്തെ ലക്ഷ്യം. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നായിരുന്നു UDF MP-മാർ ഇവരെ കാണാനായിട്ട് ഛത്തീസ്ഗഡിലെ ദുർഗിലേക്ക് പോയത്. UDF MP-മാർക്ക് പിന്നാലെ ഇടത് MP-മാരും ഈ കന്യാസ്ത്രീകളെ കാണാനായിട്ട് ഛത്തീസ്ഗഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബൃന്ദാകാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘമാണ് നീണ്ട നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കന്യാസ്ത്രീകളെ കാണാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇവരോടൊപ്പം റോജി എം ജോൺ MLA-യും ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീയുടെ ബന്ധുക്കളുമുണ്ട്. ഈ കന്യാസ്ത്രീയുടെ ബന്ധു ഉൾപ്പെടെ 5 പേർക്ക്, MP-മാർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുക എന്നാണ് ജയിൽ അധികൃതർ അറിയിക്കുന്ന വിവരം. 15 മിനിറ്റാണ് ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നീണ്ട നേരത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് MP-മാർക്ക് ഇത്തരത്തിൽ അനുമതി ജയിൽ അധികൃതർ നൽകിയത്.